I am discussing the subject Labor Law and Industrial Relation, and let me introduce myself. I am Mary Netto, Assistant Professor, Department of Management Studies, Don Bosco College, Kottayam, and this section is for BBA S5 students under Kerala University. Today we are discussing the causes of industrial dispute. Last class we already discussed what is industrial dispute and its definition. So let's see in detail what are the causes of industrial dispute. The causes of industrial disputes are classified accordingly. It is wages and allowances, bonus, personnel and retrenchment, leave and hours of work, indiscipline and violence, and the other reasons. So let's see what each point covers. So the first is wages and allowances. Demand for increase in wages and allowances is a most important case of industrial disputes. So, due to inflation and rising cost of living, workers and the unions periodically put up a demand for increase in their remuneration so as to maintain their real income. So, employers do not accept the demand easily and fully, leading to strike and other type of disputes in industry. സോ വേജസ് ആൻഡ് അലവൻസിൽ പറയുന്നത് എന്താണ്? നമുക്ക് തന്നെ അറിയാമില്ലേ, ഇൻഡസ്ട്രിയിലെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാനുള്ള ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് റീസൺ ഇസ് ഡ്യൂ ടു വേജസ് ആൻഡ് അലവൻസസ്. സോ ഡ്യൂ ടു ദ ഇൻഫ്ലേഷൻ ആൻഡ് റൈസിങ് കോസ്റ്റ് ഓഫ് ലിവിങ്, നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കമ്മോഡിറ്റീസിന് വില കൂടുന്നു. അപ്പോൾ ആ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി എ ഡിമാൻഡ് ഫോർ ഇൻക്രീസിങ് ദെയർ റെമ്യൂണറേഷൻ. പക്ഷേ ഇത് എന്ത് സംഭവിക്കുന്നില്ല? എംപ്ലോയേഴ്സ് ഇത് സമ്മതിച്ചു കൊടുക്കാറില്ല. സോ അപ്പോൾ ഈ കമ്മോഡിറ്റീസിന് വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശമ്പളം കൂടുന്നില്ല. സോ ഇറ്റ് ലീഡ്സ് ടു ദി സ്ട്രൈക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വർക്കേഴ്സ് എംപ്ലോയേഴ്സിനെ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് സാലറി കൂട്ടിത്തരണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ ഡിഡിൻ അക്സെപ്റ്റ് ദാറ്റ് റിക്വസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ദി സ്ട്രൈക്ക്. So the first and foremost reason that it may cause dispute in the industry is wages and allowance. Then the second is bonus. Workers and trade unions want a share in profit of industry, and employer refusal to share the profit results in disputes. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സാലറി കൂടാതെ അല്ലെങ്കിൽ വേജസ് കൂടാതെ എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ഇതാണ് ബോണസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഇൻഡസ്ട്രീസും ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയറാണ്. അപ്പം ചില എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് റെഫ്യൂസൽ ടു ഷെയർ ദ പ്രോഫിറ്റ്. അപ്പം ആ ഒരു റെഫ്യൂസൽ അല്ലെങ്കിൽ ആ ഷെയർ കൊടുക്കാതിരിക്കുക, ഒരു ബോണസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, ആൻഡ് സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിസ്പ്യൂട്ട്സ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പേഴ്സണൽ ആൻഡ് റിട്രിച്ച്മെൻറ്റ്. So in this point we can say that victimization of workers, refusal by employers to recognize trade union, communication gap between employers and employees, suspension and dismissal of workers fall under this category. അപ്പോൾ ഈ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിനെയാണ് നമ്മൾ HR പേഴ്സണൽ ആ സ്പെല്ലിംഗ് കണ്ടോ? NNEL. അപ്പോൾ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് എന്ന് അർത്ഥമാണ്. അപ്പോൾ റിട്രിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിച്ചുവിടുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ പേഴ്സണൽ ആൻഡ് റിട്രിച്ച്മെൻറ്റ്, അപ്പോൾ ആ ടേമിൽ പറയുന്നത് എന്താണ്? വിക്ടിമൈസേഷൻ ഓഫ് വർക്കേഴ്സ്. ചില കേസുകളിൽ വർക്കേഴ്സിനെ വിക്ടിംസ് ആക്കാറുണ്ട്, ഇല്ലേ? അവരെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കണം, അങ്ങനെ വിക്ടിമൈസ് ചെയ്യാറുണ്ട്. ദെൻ റെഫ്യൂസൽ ബൈ എംപ്ലോയർ ടു റെക്കഗ്നൈസ് ട്രേഡ് യൂണിയൻ. ചില ട്രേഡ് യൂണിയൻസിനെ ആരും അംഗീകരിക്കാറില്ല, എംപ്ലോയേഴ്സ് അംഗീകരിക്കാറില്ല. ദെൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയി. ഇനി എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ശരിയായിട്ടൊരു നെഗോസിയേഷൻ ചർച്ചകളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. അതിൻ്റെ സസ്പെൻഷൻ ആൻഡ് ഡിസ്മിസൽ ഓഫ് വർക്ക്. ചില കേസുകളിൽ വർക്കേഴ്സിനെ സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക. അപ്പം ഈ ഒരു കാറ്റഗറി, ഈ പറഞ്ഞ കാറ്റഗറി എല്ലാം എന്തിലേക്ക് ചെന്നെത്തുന്നു? ഇറ്റ് മേ കോസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ലീവ് ആൻഡ് ഹവേഴ്സ് ഓഫ് വർക്ക്. So poor working condition and violation of Factories Act 1948 provisions concerning leave and working hours is another cause of industrial unrest. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണ്? ഫാക്ടറീസ് ആക്ട് 1948, അത് നിങ്ങൾ ഞങ്ങളോട് പഠിക്കും. അപ്പോൾ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ഒരു എംപ്ലോയിക്ക് എന്തുണ്ടാവണം? ഇത്ര ലീവുകൾ അനുവദിച്ചിരിക്കണം, അതുപോലെ ഒരു വർക്കർ എത്ര മണിക്കൂർ ജോലി ചെയ്തിരിക്കണം, അങ്ങനെ ഒരു കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട്. അപ്പം ഇതില്ലാതെ വരികയും അല്ലെങ്കിൽ ഒരു പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അതിലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല,
അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടറീസ് ആക്ട് 1948 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എംപ്ലോയർ കൊടുക്കുന്നില്ല. അതുപോലെ ലീവ്, അവർക്ക് കറണ്ട് ലീവ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് അവർ പറയുന്നതിനെക്കാട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രിയിൽ എന്തുണ്ടാവാം? അൺട്രസ്റ്റ് ഉണ്ടാവാം. സോ ഇറ്റ് മേ കോസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. വാട്ട് ആർ ദി റീസൺ? പൂർ വർക്കിംഗ് കണ്ടീഷൻ, വയലേഷൻ ഓഫ് ഫാക്ടറീസ് ആക്ട് 1948, concerning leave and working hours. Clear with the point? The next is indiscipline and violence. Lack of discipline among workers and violence on the part of employers, trade union leaders and workers result in serious disputes. അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഇൻഡിസിപ്ലിൻ. ഏതൊരു ഇൻഡസ്ട്രി, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഈ ഇൻഡിസിപ്ലിൻ, വർക്കേഴ്സ് ലാക്ക് ഓഫ് ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ അവരുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ലാക്ക് ഓഫ് ഇൻഡിസിപ്ലിൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ വയലൻസ് ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയേഴ്സ്. ഇനി ആ ഇൻഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എംപ്ലോയേഴ്സ് എന്താകും? വയലൻ്റ് ആകും. എന്ന് പറഞ്ഞാൽ അവരതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പണിഷ്മെൻറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഏർപ്പാട് ചെയ്യും. ദെൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്. ഇനി വയലൻസ് അഗെയിൻ ട്രേഡ് യൂണിയൻസ്. ഇല്ലേ? ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് സ്ട്രൈക്ക് ഉണ്ടാക്കുക. ആൻഡ് ഓൾ ദീസ് വർക്ക് റിസൾട്ട്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. സോ lack of discipline among workers and violence on the part of employer, trade union leaders and workers results in serious disputes. And the last is other reasons. ഇനി ഈ പറഞ്ഞ 5 റീസൺസ് കൂടാതെ other reasons are inter-union rivalry, multiplicity of unions, political pressure on workers, then petty quarrels, misbehavior and the similar factors leads to industrial dispute. So inter-union rivalry എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒന്നിൽ കൂടുതൽ യൂണിയൻസ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് നമ്മൾ inter-union rivalry മീൻസ് കോമ്പറ്റീഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് യൂണിയൻസ്. ഇല്ലേ? മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? എണ്ണത്തിൽ കൂടുതൽ. ഒരു ഇൻഡസ്ട്രിയിൽ ഒരെണ്ണേ പാടുള്ളൂ എന്നൊരു പ്രൊസീജിയർ ഇല്ല. അപ്പോൾ ഈ മൾട്ടിപ്ലിസിറ്റി, യൂണിയൻസ് തമ്മിലുള്ള പ്രോബ്ലം. പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ, വർക്കേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ 500 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു 5 യൂണിയൻസ് ഉണ്ടെങ്കിൽ ഈ വർക്കേഴ്സിന് പ്രഷറാണ് ഏത് യൂണിയനിൽ ചേരണം. പിന്നെ ഇത് കൂടാതെ പെറ്റിയ കോറൽസ്, ഇല്ലേ? കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ അവർ തമ്മിലുള്ള, പിന്നെ ചില മിസ്ബിഹേവിയേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ദീസ് ലീഡ്സ് ടു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. I hope you understood today's session. The causes of industrial dispute, there is wages and allowance, bonus, personal retrenchment, leave and hours of work, indiscipline and violence and other reasons. So prepare well, study well. Thank you.